പ്രജിതേ, പാകിസ്ഥാന് IMF-ന്റെ വായ്പ കിട്ടി. തുടർന്ന് ഈ പറയുന്ന ലോക ബാങ്കിന്റെയും വായ്പ കിട്ടി. കിട്ടാവുന്ന തരത്തിലുള്ള വായ്പകളൊക്കെ പാകിസ്ഥാൻ ഇപ്പോൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് കിട്ടാനുള്ള വായ്പകൾ. ഇന്ത്യ പറയുന്നത് പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽപ്പെട്ട ഒരു രാജ്യമാണ്, ഇതിനുള്ള അർഹതയൊന്നും പാകിസ്ഥാൻ ഇല്ല എന്ന്. ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഉൾപ്പെടുത്തിയിരുന്നതാണ് പാകിസ്ഥാന്. പക്ഷെ മാറി വന്നിരിക്കുന്നു. വീണ്ടും ഗ്രേ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തണം. കാരണം അവരുടെ കയ്യിലിരിപ്പ് ഇതൊക്കെയാണ് എന്ന് നമ്മൾ തെളിവുകൾ സഹിതമാണ് പറയുന്നത്. അപ്പൊ അവർക്ക് ഈ ലോക ബാങ്കിന്റെ വായ്പ കിട്ടാൻ അർഹതയില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതെ, കൊടുക്കരുത് എന്നുള്ളതാണ്. കാരണം അവർ ഇത് വിനിയോഗിക്കുന്നത് മറ്റു പല പ്രവർത്തനങ്ങൾക്കാണ്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ്. ഇവർ നൽകുന്ന, അതായത് ഇപ്പൊ IMF നൽകുന്നുണ്ട്, IMF നൽകുന്ന ഈ വായ്പയൊക്കെ അവര് വിനിയോഗിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ്. അവിടെയുള്ള, അതായത് പൊളിറ്റിക്കൽ മിലിറ്ററി ലീഡർഷിപ്പ് ഒക്കെ ഇത് മറ്റു പലതിനും ഉപയോഗിക്കുകയാണ്. അവരുടെ പോക്കറ്റിലേക്കും പൈസ വീഴുകയാണ്. ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതിന്റെ ഒരു ഗുണവും കിട്ടുന്നില്ല. അപ്പൊ വീണ്ടും ലോക ബാങ്ക് ധനസഹായം നൽകാൻ ഒരുങ്ങുകയാണ്. അപ്പൊ ഈ ഒരുങ്ങുന്നത് ഏത് തരത്തിലൊരു പണം കിട്ടിയാലും അത് ഇന്ത്യക്കെതിരെ അവർ വിനിയോഗിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലോക ബാങ്കിൽ നിന്ന് പണം നൽകരുത്, ധനസഹായം നൽകരുത് എന്ന് പറയുന്നതും. മാത്രമല്ല, ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നതും. എന്നാൽ അതിനെല്ലാം എതിർത്തുകൊണ്ടാണ് ഈ IMF-ൽ നിന്ന് പോലും ഇവർ പണം കൊടുത്തത്. ഈ IMF-ൽ ആരാണുള്ളത്? IMF-ൽ ഭൂരിഭാഗം വോട്ടിംഗ് ഷെയറും അല്ലാതെ ഉള്ളതും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അമേരിക്കയാണ്. അപ്പൊ അമേരിക്ക വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വായ്പ അവിടെ കിട്ടില്ല. അവിടെ അമേരിക്കയുടെ ഡബിൾ പ്ലേ ആണ്. എതിർക്കുകയും പിന്നെ വോട്ട് ചെയ്യുകയും ചെയ്യും. വോട്ട് ചെയ്യുകയും ചെയ്യുന്നതല്ല, നമുക്കൊപ്പം എന്നൊക്കെ പറയുമ്പോഴും പാകിസ്ഥാൻ കാണിക്കുന്ന പ്രവൃത്തി ഇതൊക്കെയാണ് എന്ന് പറയുമ്പോഴും ഇതൊക്കെ അറിഞ്ഞിട്ടും അതെല്ലാം മറികടന്നുകൊണ്ട് അവരെല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് IMF വായ്പ കൊടുത്തത്. അവിടെ അപ്പോ അമേരിക്ക കാണിക്കുന്നത് ഡബിൾ പ്ലേ ആണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നമ്മളോട് ഒരു കോണിൽ സൗഹൃദമുണ്ട് എന്ന് പറയുകയും സൗഹൃദം അവിടെ മാറ്റി നിർത്തുക. പക്ഷെ ഒരു ഘട്ടത്തിൽ അമേരിക്കയെ സഹായിച്ചിരുന്നതാണ് ഈ പാകിസ്ഥാന്. അവസാനം തിരിച്ചടിച്ചപ്പോഴാണ് അമേരിക്ക അതിൽ നിന്നൊക്കെ മാറുന്നത്. ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ വേൾഡ് ട്രേഡ് സെന്ററുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണമൊക്കെ വന്നതോടുകൂടിയാണ് അമേരിക്ക അവസാനം കൈവലിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും അവര് ഇത്തരത്തിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെയെങ്കിലും ഒക്കെ നമുക്കെതിരെ അടുപ്പിക്കുക. അതിന് പല കാരണങ്ങളാണല്ലോ. ഈ ആയുധ വിപണിയുണ്ട്. ഇന്ത്യയുടെ വളർച്ച വളരെ വലിയൊരു ഘടകമാണ്. അതെ, ഇനിയിപ്പോ ഇന്ത്യ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. 3-ാം സ്ഥാനത്ത് വരുമെന്ന് പല വിദഗ്ധരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 4-ാം സ്ഥാനത്താണ്. അപ്പൊ ഇനി 3-ാം സ്ഥാനത്തേക്കാണ്. ഇത് ഈ എന്താ പറയാ, കണ്ണിൽ കരട് കടിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് അമേരിക്കയ്ക്ക്. അപ്പൊ അവരത് നൽകുകയും ചെയ്യും. നമ്മൾ ഇത് പറഞ്ഞു വന്നപ്പോ അമേരിക്കയുടെ കാര്യം പറയാൻ കാരണം അതാണ്. IMF-ൽ ഇതെല്ലാം നിയന്ത്രിക്കുന്നതിൽ ഭൂരിഭാഗം ഷെയറും അമേരിക്കയുടേതാണ്. അപ്പൊ അമേരിക്ക പറയുന്നിടത്തെ കാര്യങ്ങൾ നിൽക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യ വീണ്ടും പറയാൻ തന്നെയാണ് സാധ്യത. നമുക്ക് ഈ പറയുന്ന പോലെ ഡബിൾ പ്ലേ ഒന്നുമില്ല. ഉള്ള കാര്യം നേരിട്ട് മുഖത്ത് നോക്കി പറയാ, കൃത്യം കാരണങ്ങൾ പറയാ, തെളിവുകൾ നിരത്തുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു പോളിസി. അപ്പൊ ഈ വർഷം ജനുവരിയില് അടുത്ത 10 വർഷത്തിനുള്ളിൽ പാകിസ്ഥാന് $20 ബില്യൺ വായ്പ നൽകാൻ ലോകബാങ്ക് സമ്മതിച്ചിരുന്നത്. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം, സ്വകാര്യ മേഖലാ വികസനം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെയാണ് വായ്പ എന്ന് പറയുന്നു. പക്ഷെ ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ വിനിയോഗിക്കുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ഈ IMF-ൽ നിന്ന് വായ്പ എടുത്ത് പോലും പാകിസ്ഥാൻ ഇപ്പോ എന്താ പറയാ, ആയുധങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ്. ഇപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ അവർ ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാകാനേ സാധ്യതയുള്ളൂ. അല്ലാതെ അവരുടെ നാട്ടില് വലിയ രീതിയിൽ
ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതിലൊന്നും ഒരു കുറവും ഈ വായ്പ കിട്ടിയത് കൊണ്ട് ഉണ്ടാവുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം അവർ വേണ്ട രീതിയിലല്ല, സാധാരണക്കാർക്ക് വേണ്ടിയല്ല ഈ പണം വിനിയോഗിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോ IMF-ൽ നിന്ന് കിട്ടുമ്പോഴെല്ലാം തന്നെ, പണം കിട്ടുമ്പോഴെല്ലാം തന്നെ നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തുകൊണ്ടിരുന്നത് ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ ചൈനയിൽ നിന്ന് കടം വാങ്ങും, ഈ IMF വായ്പ കിട്ടുമ്പോൾ അത് തിരിച്ചു കൊടുക്കും എന്നുള്ളതൊക്കെ ആയിരിക്കാം അവിടെ മുറയ്ക്ക് നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഈ തീവ്രവാദ ധനസഹായം സംബന്ധിച്ചിട്ട് FATF, അതായത് ഈ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ് അത്. അവര് ഇതിൽ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ ചെയ്യാനുള്ള തിടുക്കത്തിലാണ്. 2022 മുൻപ് ഗ്രേ ലിസ്റ്റിൽ പെട്ടിരുന്ന പാകിസ്ഥാൻ ആ ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറുന്നത്. അപ്പൊ വർഷങ്ങൾ വളരെ കുറച്ചായിട്ടുള്ളൂ ഗ്രേ ലിസ്റ്റിൽ നിന്ന് പാകിസ്ഥാൻ മാറിയിട്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇത് മാറ്റിയത് കൊണ്ട് ഈ ധനകാര്യ സ്ഥാപനങ്ങൾക്കൊക്കെ വിശ്വാസ്യത വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. അതുപോലും ശരിയായ ഒരു കാര്യമല്ല. കാരണം ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഇതൊക്കെ നിയന്ത്രിക്കുന്ന സമയത്ത് അവർ മാറ്റി എന്ന് പറയുമ്പോൾ പോലും ഒരു പക്ഷെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള കഴിവ് പ്രത്യേകിച്ച് കൂടുതലാണ്, ഉണ്ടല്ലോ. എവിടെയെങ്കിലും ചെന്ന് അയ്യോ പത്തോ പറയാൻ അവർക്ക് മടിയൊന്നുമില്ല. അപ്പൊ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള ഈ രാജ്യങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇന്ത്യയെ തടുത്തു നിർത്തുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. അപ്പോ ഞാൻ പേരിന് വേണ്ടി ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ മനഃപൂർവ്വം അങ്ങ് കണ്ണടച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയെ നമുക്ക് മുഴുവനായിട്ടും കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഈ ഗ്രേ ലിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. എങ്കിലും ഒന്നും കൂടെ നമുക്ക് പറയാം. കള്ളപ്പണം വെളുപ്പിക്കല്, തീവ്രവാദ ധനസഹായം, ആയുധ വ്യാപനം എന്നിവയൊക്കെ തടയുന്നതില് ദുർബലമായിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അതായത് തടയുക എന്നുള്ളതും ഈ പാകിസ്ഥാൻ ചെയ്യുന്നത് തടയുകയല്ല, അതിനെ മോപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യകളൊക്കെ ഉള്ള രാജ്യങ്ങളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഗ്രേ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രാജ്യങ്ങൾ എപ്പോഴും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോ FATF വർഷത്തിൽ 3 തവണയാണ് യോഗം ചേരുന്നത്. അത് 1 ഫെബ്രുവരിയില്, 1 ജൂണില്, 1 ഒക്ടോബറിലാണ്. ഈ മീറ്റിങ്ങുകളാണ് ഇവർ പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും തന്നെ എടുക്കുന്നത്. 2018 പാകിസ്ഥാനെ FATF ഈ പറയുന്നത് പോലെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ആ സമയത്ത് കള്ളപ്പണം വെളുപ്പിക്കലും തീവ്രവാദ ധനസഹായം തടയുന്നതിനുള്ള കർമ്മ പദ്ധതിയൊക്കെ പാകിസ്ഥാൻ നൽകി എന്ന് പറയപ്പെടുന്നു. അത് അവർ വിലയിരുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2022 ആ ഗ്രേ ലിസ്റ്റിൽ നിന്ന് ഇവർ മാറ്റിയത്. പക്ഷെ കയ്യിലിരിപ്പ് ഇതാണെന്നുള്ളത് ഇന്ത്യയോടുള്ള നിലപാടിൽ നിന്നും വ്യക്തമാണ്. അപ്പൊ എന്തായാലും ഈ പറയുന്നത് പോലെ നേരത്തെ പാകിസ്ഥാനുള്ള IMF-ന്റെ $1 ബില്യൺ ഈ ഒരു സഹായത്തിന് ഇന്ത്യ നഖശികാന്തം എതിർത്തതാണ്. അതൊന്നും വില പോയില്ല. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ എന്ത് കാണാൻ വേണ്ടി ഇരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ വരും. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മേജർ ഷെയർ അത് അമേരിക്കയുടെയാണ്. ഈ അമേരിക്കയുടെ ഈ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഷെയർ കൂടുതലുണ്ട്, അവര് തന്നെ എല്ലാ കാര്യങ്ങളും അതെ, അവർക്ക് അറിയായികയൊന്നുമില്ലല്ലോ പാകിസ്ഥാനിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളതൊക്കെ. നമ്മളൊരു ബയാസ് അല്ലാത്ത ഒരു രീതിയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമാണ്, സുവ്യക്തമാണ്. അപ്പൊ അതുപോലും മനസ്സിലായി എന്നിരിക്കെ അമേരിക്കയ്ക്ക് IMF-ന് ഒരു തീരുമാനം എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. അവരാകെ അതിന് പറഞ്ഞ കാരണമാണ് എല്ലാ വ്യവസ്ഥകളും അവർ പാലിക്കുന്നുണ്ട്, പാകിസ്ഥാൻ പാലിക്കുന്നുണ്ട്. പാകിസ്ഥാൻ എന്ത് വ്യവസ്ഥ പാലിച്ചു എന്നുള്ളത് അക്കമിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നവരുടെ എല്ലാം വായടയും. അവർക്ക് പറയാൻ യാതൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തെല്ലാം ലംഘിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഓരോരോ കാരണങ്ങളും കൃത്യമായവയായിരിക്കും. അപ്പൊ അതിന് ഉത്തരം നൽകാനായിട്ട് ഈ പറയുന്ന മുതലാളിമാർക്കൊന്നും കഴിയില്ല തന്നെ. അത് തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ ഇത്തരത്തിൽ വീണ്ടും ലോകബാങ്ക് സഹായം കൂടി കിട്ടുകയാണ്. ഈ ലോകബാങ്ക് സഹായം 20 ബില്യൺ അത്രയും കിട്ടുമ്പോൾ പാകിസ്ഥാൻ സ്വാഭാവികമായും ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വലിയ ഭീഷണി ഉയർത്തും. ഭീഷണി ഉയർത്തും എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന സൈഡിക്കും ഇന്ത്യക്ക് ബാധിച്ചിട്ടുള്ള ഒരു ക്യാൻസർ ആണ്. അതിങ്ങനെ അവരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ
ചെയ്തുകൊണ്ടേയിരിക്കും. അതിങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അതല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മൾ മുറിച്ചു മാറ്റേണ്ടി വരും. അതല്ലാതെ അതിന് മറ്റൊരു വഴിയൊന്നുമില്ല. അതിങ്ങനെ അങ്ങനെയാണല്ലോ ക്യാൻസർ വന്ന ഒരു ഭാഗം പടരുന്നതിന് മുമ്പ്. പക്ഷെ നമുക്കത് പൂർണ്ണമായിട്ടും ചെയ്യാനും പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും $20 ബില്യൺ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കില്ല. അത് കൃത്യമായിട്ട് അമേരിക്കയോട് അല്ലെങ്കിൽ ചൈനയുടെ കൈകളിലെത്തും. അവർ ആയുധങ്ങളും വാങ്ങും.